ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് ബെറ്റൽസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള നമുക്കതിനുള്ള ബേക്കിങ്ങിനുള്ള പാത്രം ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ A4 ഷീറ്റ് ഓയിലാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ബട്ടർ പേപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ഫ്ലോർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 250 ml കപ്പിനാണ് ഇട്ട് എടുക്കുന്നത്. അതിനൊരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് അളവ് കറക്റ്റായി കിട്ടും ഇങ്ങനെ എടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാനൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വിസ്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്ലോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 എണ്ണം എടുത്ത്. വലിയ മുട്ടയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. പിസ്തയുടെ ആ ഒരു ഗ്രീൻ കളറിലുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളർ കുറവാണ് തോന്നിയാൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കളർ ഉണ്ടാവുന്നത് നല്ലതല്ല, അപ്പോൾ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ പൊടിക്കാത്തതാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് 3/4 കപ്പ് എടുത്തത്. നമ്മൾ ഈ പഞ്ചസാര ഒരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് ഈ ഒരു ബാറ്റർ വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര ഒരുമിച്ച് ചേർക്കരുത്, നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിലും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ, എന്നാലേ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ആ പഞ്ചസാരയൊക്കെ കട്ടായിട്ട് അതിൽ കിടക്കും. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്യൽ നിർത്താം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ബീറ്റ് ചെയ്യരുത്, ഒരുപാട് ഓവർ മിക്സ് ആക്കി കളയരുത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം. നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വളരെ പതുക്കെ മാത്രം മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരുമിച്ച് ചേർക്കരുത്, ഫ്ലോർ ഒരുമിച്ച് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ 2-3 പാട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സാക്കി വരുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് നമ്മളിത് കൂടുതൽ ടൈറ്റാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് കളർ കുറവായത് കാരണം ഞാൻ ഈ പാലിൻ്റെ കൂടെ ഒരു 2-3 ഡ്രോപ്പ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. പിസ്താഷ്യോൻ്റെ കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ആ ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ടല്ല കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു പാത്രം എന്തെങ്കിലും വെക്കുക, അതല്ലെങ്കിൽ ഒരു
എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഈ പാത്രം നമ്മൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45 മിനിറ്റാണ് എനിക്കിത് ബേക്കായി കിട്ടാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് വേറെ കുറച്ച് ഒരു 1/2 കപ്പ് ക്രീമും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആദ്യം ഞാൻ കളറ് ചേർക്കാണ്ട് 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ക്രീം ഇതുപോലെ നന്നായി സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബ്ലേഡും ഈ ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രവും നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്താൽ മതി കേട്ടോ. ഒരു അരമണിക്കൂർ അതല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ക്രീം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രീം നല്ല സ്റ്റിഫായി കിട്ടും. 1-2 പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. നമുക്ക് ഓരോ ലെയറായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്രീമൊക്കെ തേച്ച് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്ന വീഡിയോ ഇതൊന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് വെറ്റിയതിന് ശേഷമാണ് ക്രീം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഞാനത് കാണിച്ചു തരാം. ഇനി കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പിസ്ത അങ്ങനെ ഇട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിസ്ത കയ്യിലുണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുത്താൽ പിസ്ത കേക്കാണല്ലോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പിന് പകരം ഞാൻ ഈ ഒരു സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പാലിൽ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് പാലും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 3 ലെയറിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ലെയറിൽ ഞാൻ ചെയ്യുന്നത് വീഡിയോ മിസ്സായതാണ്. അപ്പോൾ ഇനി നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് പോലെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര തിളപ്പിച്ചെടുത്തിട്ട് അത് തണുത്തതിന് ശേഷം അതുകൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തതാണ്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലും കുറച്ച് ക്രഷ് ചെയ്ത പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫൈനലായിട്ട് 3ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള സിറപ്പ് കൊണ്ട് അത് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്രീം വെച്ചിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്ത പിസ്ത കളർ ആഡ് ചെയ്ത ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ കളർ ചേർക്കാത്ത ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 1.5 കപ്പ് ക്രീമാണ് കേട്ടോ, വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുണ്ടായിരുന്നത്. 1 കപ്പ് കളർ ചേർക്കാണ്ട് ആദ്യം ബീറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 1/2 കപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് പിസ്ത കളർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി ആ ഒരു ഗ്രീൻ ക്രീം വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കളർ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പിസ്താഷ്യൂവിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ചെറിയൊരു കളറൊക്കെ ഉണ്ടാകും. നമ്മുടെ കേക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാകും. അതുപോലെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. നമുക്കിത് വെച്ചിട്ട് ഈ കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കഴിയുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ, ഫിനിഷിങ്ങൊക്കെ. അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ക്രീം കൊണ്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിൽ ജസ്റ്റ് ഒരു ബോർഡർ വരച്ച് കൊടുക്കുക കേട്ടോ. ഞാനൊരു സ്റ്റാർ നോസിലിട്ടിട്ട് വെറുതെ ഒരു ബോർഡർ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനും അതുപോലെ നിങ്ങളുടെ കഴിവിനൊക്കെ അനുസരിച്ചിട്ട് കേക്കൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഞാൻ കൂടുതൽ ഡെക്കറേഷനൊന്നും ചെയ്യുന്നില്ല. അതേ നോസിൽ തന്നെ ഉപയോഗിച്ചിട്ട് കുറച്ച് സ്റ്റാറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്ത കേക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ ലെയറിൻ്റെ ഉള്ളിലും പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിസ്ത കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു പിസ്തയുടെ ഫ്ലേവർ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഞാൻ സെയിം നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തും കൂടെ ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവരോടും ബൈ. താങ്ക്